രാവിലെ തന്നെ നമ്മളൊന്ന് ജീപ്പിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ ജീപ്പിൽ പോയിട്ട് ഞാനും കണ്ണനും കൂടെ അവിടെ നിന്ന് നേരെ നമ്മളൊരു അക്യൂറത്തിലോട്ട് കയറി. ഈ അക്യൂറം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണെന്നുണ്ടെങ്കിലും 8 മാസം ഞാനിവിടെ ഉണ്ടായിരുന്നിട്ട് ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ പോയത്. അവിടെ പാമ്പും പഴുതാരിയും എല്ലാം ഉണ്ട് കഴിച്ച്. ലാസ്റ്റ് ഇതേ ഒരു വലിയൊരു സാധനത്തിനെ കണ്ട് എൻ്റെ കാലൊക്കെ ഒരുമാതിരിയായി. അവിടെ നിന്ന് പിന്നെ കുറച്ച് സംഭവങ്ങളും കൂടെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടായിട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ടാറ്റു ഷോപ്പിലോട്ടാണ്. അവിടെ നിന്ന് ഞാൻ എന്താണ് അടിച്ചതെന്നൊക്കെ വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിനുശേഷം വീട്ടിൽ പോയപ്പോഴേക്കും നമ്മുടെ ചേച്ചിയും ചേട്ടനും കൂടെ എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ സഫറിനെ കാത്തിരുന്ന സമയത്ത് ഒരു റൗണ്ട് ചീട്ട് കളിച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സഫർ ബായ് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി ഇപ്പോൾ പോകുന്നത് ബ്രൈറ്റണിലോട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി ബ്രൈറ്റണിലെത്തി നേരെ ജെ ഡി എത്തി. ജെ ഡിയിൽ കടന്ന് ഷൂസ് എങ്ങാണ്ട് നോക്കണുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടാത്തതുകൊണ്ട് അടുത്ത ബ്രൈറ്റണിലെ സ്പോർട്സ് ഡയറക്റ്റിൽ ഒന്ന് അവിടെ നിന്ന് നോക്കി. പിന്നെ അവരൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് നമ്മുടെ സഫറിൻ്റെയും ചേച്ചിയുടെയും എൻ്റെയും സ്പെക്സ് ഒക്കെ മാറി മാറി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് ടോട്ടൽ കൺഫ്യൂഷൻ ആയിരുന്നു. ഈശ്വര ഈ വെയിലത്ത് ഏത് വെക്കണം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വല്ല വിധേനം ഏതൊക്കെയോ മാറിയും തിരിഞ്ഞൊക്കെ വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെ എൻ്റെ ഷൂ നോക്കി കേട്ടോ. അങ്ങനെ എനിക്ക് കാണാൻ ഷൂ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ആ ഒരു വയലറ്റ് സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയത് വെയിലോട്ടാണ്. എൻ്റെ പൊന്ന് ഗൈസ്, നിങ്ങൾക്ക് നല്ല അടിപൊളി ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിലോട്ട് കണ്ണും പൂട്ടി പോയോ. നമ്മുടെ തമിഴ്നാട് സ്റ്റൈല് ബിരിയാണി, മസാല ദോശ എല്ലാ സംഭവവും ഇവിടെ കിട്ടും കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇവിടുത്തെ ഒരു മാംഗോ ലസ്സി ഉണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാംഗോ ലസ്സി എനിക്ക് ഇതുവരെ ഭയങ്കര ഇഷ്ടം നമ്മുടെ മലയാളം റെസ്റ്റോറൻ്റായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഒരു വെയിൽ കൊണ്ടുപോയി കേട്ടോ. അത്രയും അടിപൊളിയായിരുന്നു. നമ്മളവിടെ നിന്ന് മട്ടൻ ബിരിയാണി, പ്രോൺസ്, ചിക്കൻ ബിരിയാണി, പിന്നെ ചേട്ടൻ വന്നിട്ട് ഫ്രൈഡ് റൈസ്, അതിൽ ചിക്കൻ 65 ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഫ്രൈഡ് റൈസാണ്. പിന്നെ കണ്ണനും സഫറും കൂടെ പ്രോൺസും മട്ടനും ചിക്കനും മിക്സഡും കൂടെ ആയിട്ടുള്ള ഒരു വെയിൽ സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പൊളി സാധനമായിരുന്നു. അതിനുശേഷം നമ്മളിത് ചെന്നൈ കിങ്സ് മസാല ദോശ മേടിച്ചിട്ടുണ്ടായിരുന്നു, കിങ് സൈസ് ദോശ. അതിൻ്റെ അകത്ത് കുറേ സ്റ്റഫിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 3-4 ചമ്മന്തിയും സാമ്പാറും ഒക്കെ വരുന്നുണ്ട്. ഈ ബിരിയാണിയും കൂടെ കഴിച്ചിട്ട് നമ്മൾ അത് പറഞ്ഞപ്പോഴേക്കും അവർ തന്നെ ഒന്ന് മഞ്ഞളിച്ച്, ദൈവമേ ഇവരുടെ വയറ്റിൽ ഇനി വല്ല പന്നിയും കിടക്കുകയാണ്. ആ ഒരു രീതിക്കായിരുന്നു കേട്ടോ ഒരു ഇത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി കസ്റ്റമർ സർവീസാണ്. അവിടുത്തെ ചേട്ടന്മാരൊക്കെ നൈസാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ട് ചേട്ടാ ഒരു ബിരിയാണി കൂടെ പോരട്ടെ നിങ്ങളെ പറഞ്ഞു നോക്കി കേട്ടോ. അവർക്ക് വല്ല എക്സ്പ്രഷൻ ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സീനൊന്നുണ്ടായില്ല. ചേട്ടന്മാർ ലാസ്റ്റ് പറഞ്ഞു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരെണ്ണം തരാം, ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമുക്ക് വയറ് ഫുള്ളായിപ്പോയി. അവിടെ നിന്ന് നമ്മൾ നേരെ ബ്രൈറ്റൺ പിയറിലോട്ട് പോയി. എൻ്റെ പൊന്നു ഗൈസ്, ഇപ്പം ഈ സമയത്ത് അവന്മാർ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബ്രൈറ്റണിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. നേരത്തെ ഒന്നും ഇങ്ങനത്തെ സംഭവമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രൈറ്റണിൽ കുറേ കറങ്ങി ഈ സാധനമൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി പാളിപ്പോയി ഗൈസ്. അവന്മാരൊക്കെ അതൊക്കെ ലൂസാക്കി വെച്ചിരിക്കുകയാണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പിയറിൽ കൂടി നടക്കുന്ന സമയത്താണ് താഴോട്ട് നോക്കിയപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ കൂടെ കടലിൽ കാണുന്ന ഗൈസ് മരവിച്ച് പോയി. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ കുറേ റൈഡൊക്കെ സമ്മർ സ്പെഷ്യലായിട്ട് കുറേ റൈഡും സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോഴേക്കും നമുക്ക് മനസ്സിലായി വേണ്ട നമ്മുടെ ദേഹം നനയുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ടർബോലൊക്കെ കയറി കൊന്നു ഗൈസ്. കൂടെ ഉള്ള സൈക്കിളായതുകൊണ്ട് അവന്മാർക്കൊന്നും തോന്നിയില്ല. പക്ഷേ ഞാൻ വിളിച്ച് പൊടിച്ചു. പിന്നെ നമ്മൾ നമ്മുടെ ബ്രൈറ്റൺ സീയിൽ വന്നിരുന്നു. കാരണം അവിടെ കുറേ സീനറി ഉണ്ട്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ സീനറി കണ്ടാൽ മതി. ബൈ.